രജനി, എന്താ അമ്മേ? എന്താ കാര്യം? വക്കീല് വിളിച്ചിരുന്നു. ഏത് വക്കീല്? അനിരുദ്ധൻ വക്കീല്, ഫാമിലി കോർട്ടിലെ. ഡിവോഴ്സ് പേപ്പറിൽ നരേന്ദ്രൻ ഒപ്പിട്ടു. നിന്നോട് ഞാനൊരു വലിയ അനീതി കാണിച്ചു, തെറ്റ് ചെയ്തു എന്നൊക്കെ ആയിരുന്നല്ലോ പരാതി. ഞാൻ ചെയ്തത് തെറ്റായിരുന്നെങ്കിൽ ദാ ഞാൻ മുൻകൈ എടുത്ത് തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. നിനക്ക് ഏത് ദിവസം വേണമെങ്കിലും അവിടെ ചെന്ന് ഒപ്പിടാന്ന് പറഞ്ഞിട്ടുണ്ട് വക്കീല്. ശരി. നാളെ തന്നെ ഞാനും ഒപ്പിടാം. രജനി, ഒന്നും ഞാൻ മനഃപൂർവ്വമായിട്ടായിരുന്നില്ല ചെയ്തത്. ഒരമ്മയുടെ സ്ഥാനത്ത് വരുമ്പോ നിനക്കത് മനസ്സിലാവും. ഇനി അതിനെക്കുറിച്ച് പറയണ്ട, കഴിഞ്ഞുവല്ല. മോളെ, വിഷമിക്കരുത്. എന്റെ വിഷമം വിട്ടേക്കമ്മേ. ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ ഒന്ന് വിഷമിച്ച് കാണണമെന്നാ. രജനി, എന്നാലേ ഈ സാഹചര്യങ്ങൾ, ഇതുപോലുള്ള വിവാഹമോചനങ്ങൾ ചന്ദ്രോത്ത് ആവർത്തിക്കാതിരിക്കൂ. അതുകൊണ്ട് അമ്മ വിഷമിക്കണമെന്നും എന്റെ ഈ അവസ്ഥയില് അമ്മയുടെ ഉള്ളു നീറണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വന്തം അമ്മയുടെ മനസ്സിനെ ഒന്ന് കുത്തി വേദനിപ്പിച്ചാലേ നിനക്ക് സമാധാനാവൂ. അമ്മ വിഷമിക്കണമെന്ന് പറഞ്ഞത് അമ്മയെ വേദനിപ്പിക്കാനല്ല. അമ്മയുടെ മനസ്സ് അങ്ങനെയെങ്കിലും ഒന്ന് ശുദ്ധിപ്പെടുമെങ്കിൽ ശുദ്ധിപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എന്റെ മനസ്സ് പ്രത്യേകിച്ചിനി ശുദ്ധിപ്പെടുത്തേണ്ട ആരും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. കണ്ടോ, അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോ അമ്മ വീണ്ടും പഴയ പ്രഭയായി. ഒരു സെക്കൻഡ് മുൻപ് എന്റെ അവസ്ഥയിൽ അല്പം ദുഃഖിച്ച അമ്മ എന്നോട് തർക്കിച്ച് ജയിക്കാൻ നോക്കുന്നു. രജനി, അമ്മയ്ക്കപ്പുറം വലുതല്ല മറ്റൊന്നും. അതെനിക്കറിയാം. എന്തായാലും അമ്മേ, ഈ വിവാഹമോചനം അമ്മ ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളണം. ദേവികയും നന്ദനയും അവരുടെ വഴി. നിർത്തടി. അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നിന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവര് സംസാരിക്കും. നാളെ കോടതിയിൽ എത്ര മണിക്ക് നീ എത്തുമെന്ന് പറയണം. വക്കീൽ ഇവിടെ കാത്തു നിൽക്കും.